ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അനുതപിക്കുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന തിരുവചനത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിനുവ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ നാളുകളിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും അനുതാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും അർത്ഥമെന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ശ്രമം നടത്തേണ്ടത് അനിവാര്യമാണ്. ദൈവസ്നേഹം കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും മുമ്പിൽ നിന്ന് മാറിപ്പോകാതെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അതും നിത്യമായ രക്ഷയിലേക്കുള്ളതായ വിളിയാണെന്ന് നിനുവ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ജനതയ്ക്ക് മുഴുവൻ ഉണ്ടാകുന്ന അനർത്ഥത്തിലേക്ക്, ആ അനർത്ഥത്തിൻ്റെ വീണ്ടെടുപ്പിനായി ശ്രമിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് നമ്മെ വിളിച്ച് ഉണർത്തുന്നതായ ഒരു സന്ദേശമാണ് നിനുവ നോമ്പ് നമുക്ക് നൽകുന്നത്. പാപത്താൽ അടിമപ്പെട്ടു പോകുന്നതായ ഒരു ജനതയ്ക്ക് ദൈവം ദൂത് നൽകുവാൻ യോന എന്ന് പറയുന്ന മഹാപ്രവാചകനെ നിനുവയിലേക്ക് അയക്കുകയാണ്. അവരുടെ അനുതാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഫലമായി അവർക്ക് പൂർണ്ണ വീണ്ടെടുപ്പും പൂർണ്ണ വിശുദ്ധിയും രക്ഷയും ദൈവം പ്രദാനം ചെയ്യുന്നത് ഈ പ്രവാചകനിലൂടെ തന്നെയാണ്. നാം ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിനുവയരോടുണ്ടായതായ കോപം കർത്താവെ, നിലവിളിയാൽ നീ നീക്കിയല്ലോ എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അനുതാപ കീർത്തനങ്ങളിൽ പാടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അനുതാപവും കണ്ണുനീരും ദൈവസന്നിധിയിൽ സംശുദ്ധമെങ്കിൽ അവയ്ക്ക് വീണ്ടെടുപ്പിൻ്റെതായ സ്വർഗീയമായ സന്തോഷം നൽകുവാൻ നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നിനുവ നോമ്പിൻ്റെ കാലമാണ്. 3 ദിവസം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും നോമ്പനുഷ്ഠാനങ്ങൾക്കായിട്ടുമൊക്കെയും വേർതിരിക്കുന്ന ഒരു കാലം. മറ്റാരേക്കാളുപരി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ ഈ 3 ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പാചരണവും നമുക്ക് ഇടയാക്കണം. നമ്മുടെ സഹോദരങ്ങളുടെ വീണ്ടെടുപ്പിനായിട്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്നതായ സ്വർഗീയ ദൂത് ദൈവം നമുക്ക് നൽകുന്നു. അത് മറ്റൊന്നുമല്ല, നിനുവ എന്ന് പറയുന്ന ഒരു പട്ടണം മഹാ അപരാധങ്ങളിലേക്ക്, തിന്മയിലേക്ക് വീണു പോകുമ്പോൾ അവർ ചാരം വിതറി അനുതാപത്തിൻ്റെതായ വസ്ത്രധാരണത്തോടെ കഷ്ടാനുഭവങ്ങൾ എന്ന വിധത്തിലുള്ളതായ ജീവിത സരണികളിലൂടെ അവരുടെ ഭക്ഷണം വെടിഞ്ഞ് രാജാവ് പോലും അവരുടെ അരമനകളെ വിട്ട് അരമന വിട്ട് താഴേക്ക് ഇറങ്ങിയതായ പ്രതാപമൊക്കെ നഷ്ടപ്പെടുത്തിയൊരു കാലത്തെയാണ് നിനുവ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയും ജീവിതത്തിൽ നമുക്കെന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് തിരിച്ചറിയുവാനും നമുക്കെന്തെല്ലാം വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാനും സ്നേഹത്തിൻ്റെ ഭാഷ എന്തെന്ന് ദൈവം നമ്മോട് വിളിച്ചോതുകയാണ് നിനുവ നോമ്പിലൂടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാതോർക്കാം. ഒരു പ്രവാചകൻ അനീതിക്കെതിരായിട്ട് പ്രവചിക്കുവാൻ തക്കവണ്ണം ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ജനതതി മുഴുവൻ ഒന്നിച്ച് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ അവരുടെ അനുതാപ സങ്കീർത്തനങ്ങളെ ആലപിക്കുന്നതായിട്ട് ഈ വേദഭാഗം യോന പ്രവാചകൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അനുതാപത്തിൻ്റെതായ മനസ്സ് തീർച്ചയായിട്ടും ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ തിരിച്ചറിയുവാനും വീണ്ടെടുപ്പിനുള്ള നിൻ്റെ സന്ദേശത്തെ കേൾക്കുവാനും തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ ഈ നിനുവ നോമ്പിൽ നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. 1, കോപത്തിൽ നിന്നുള്ളതായ വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ. 2, കണ്ണുനീരെ മറയ്ക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കണ്ണുനീരിനെ മാറ്റിക്കളയുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ അനുതാപത്തെ സമർപ്പിക്കുവാനും നിത്യജീവൻ്റെ രക്ഷ എന്താണെന്ന് നാം കാംക്ഷിക്കുവാനും അതിനെ നൽകുന്ന ദൈവത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് ഇടയാകണം. നമുക്കതിനു വേണ്ടി ഈ നോമ്പ് ആചരിക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ പ്രാർത്ഥനകളെ നടത്താം. നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നോമ്പും ജീവിതവുമൊക്കെയും ദൈവത്തിനുള്ളതാണെന്നുള്ളതായ ഉത്തമമായ ബോധ്യത്തോട് നിനവേരോടുണ്ടായതായ കോപം കർത്താവെ നീ നിലവിളിയാൽ നീക്കിയല്ലോ എന്ന പിതാക്കന്മാർ നമ്മെ അനുതാപ കീർത്തനങ്ങൾ പാടി പഠിപ്പിച്ചു. അതുപോലെ നമുക്ക് ചേർന്ന് പാടാം.
നമ്മുടെ ജീവിതത്തിൽ ദൈവകാരുണ്യം വർഷിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക മുഴുവനും, പ്രത്യേകിച്ച് ഈ വചനം സന്ദേശം എത്തുന്ന എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെതായ സ്വർഗീയ കൃപയെ പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 28 ബുധനാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും അതിനോട് ചേർന്നതായ ജീവിത അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ചേർന്ന് വരാം. വിശുദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ശരീര രക്തങ്ങളുടെ അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.